ഭാഗ്യം. ബാലനും ടീമും സമരത്തിനുള്ള പുറപ്പാടാ. ആ സമരം ഒരു കാരണവശാലും നടത്തിക്കരുത്. നമുക്കത് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവനെയൊക്കെ തീർത്താലോ? ഏയ് അത് വേണ്ട. പോലീസ് ഇപ്പൊ പഴയ പോലീസല്ല, അതിപ്പോ റിസ്കാ, പണി പാളൂട്ടാ. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരെ പിടിപ്പെടുത്തിയാലോ? പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഒന്നും പേടിപ്പിക്കാൻ പറ്റില്ല. ഇവിടത്തെ പെണ്ണുങ്ങൾ കളിക്കണതേ ആ പനമരം ചന്ദ്രികയുടെ ബലത്തിലാ. ആദ്യം അവളെ ഒതുക്കണം. എന്റെ വാപ്പ കടലുണ്ടേ, അയാളോട് പറഞ്ഞേക്ക് വിൽസനോട് കളിക്കണ്ടാന്ന്. കേട്ടില്ലേ? ശരി. വണ്ടി വിട്ടോ നിക്കടാ. സമയം എത്രയാടാ? അറിയില്ല. നിനക്കറിയില്ല അല്ലേ? അടിച്ചതിന്റെ ഷേപ്പ് പറയടാ. എന്റെ വാച്ചില്ല. നിങ്ങളുടെ സമരപരിപാടികൾ എന്തായി? എനിക്ക് അറിയില്ല. നീ അറിയണം, അറിഞ്ഞിട്ട് അറിയിക്കണം. കേട്ടില്ലടാ? ഇല്ലെങ്കിൽ പെടലേ, നിന്റെ പെടല് ഞാൻ തിരിക്കും. പോടാ. പഗരി സരിഗ പരിഗ പദ പഗരിഗ പദ ഗപദ സദ പഗ പദ സപദ സരി സദ പദ സരി ഗരിഗ രിഗ രിഗ രി സരി ദസ ദസ ദ പദ ഗപ ഗപ ഗരിഗ സരിഗ പരിഗ പദ ഗപദ സപദ സരി ഗരി സാ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കാൽമുഴല്ലേ? റീന ചേച്ചിയെ ആ ദേ വരുന്നു. നിനക്കെന്താടി പുഴയോരത്ത് കാര്യം? നമ്മുടെ കുടുംബശ്രീയുടെ 5ാം വാർഷികത്തിന്റെ റിഹേഴ്സലായിരുന്നു, അതിന് പോയതാ. എന്റെ ഒരു ഡാൻസ് എടേ കൂട്ടുകൂടാൻ കൊള്ളത്തര ചുറ്റും, മനസ്സിലായിടേ? പോ. വാടി പോവാ. അവളെ പെട്ടെന്ന് കെട്ടിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നവും. സമയമാകുമ്പോ താനെ നടക്കും. അവള് പഠിക്കട്ടാ. ആ, നീ ഏരിയാസ് പോലോട് സമരകാര്യങ്ങളെ കുറിച്ച് പറഞ്ഞോ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. നിന്റെ നമ്പറെല്ലാം പാവങ്ങളോടല്ല കാണിക്കേണ്ടത്. ഈ മണീനെ തടഞ്ഞു നിർത്തി പിപ്പിടിയാട്ടിന്ന് പറഞ്ഞു. നിന്റെ വിചാരം ഇവൻ ഒറ്റയ്ക്കാണെന്നോ? അല്ലടാ, ഞങ്ങളെല്ലാവരുടെ ഒപ്പുണ്ട്. ഈ ഗ്രാമം മുഴുവൻ അവന്റെ ഒപ്പുണ്ട്. നീ അതോർത്ത നിനക്ക് നല്ലത്. നീ ജമിനെ തടഞ്ഞു നിർത്തി പേടിപ്പിച്ചു. പെണ്ണുങ്ങളോടല്ല നിന്റെ മുച്ചടത്തരം കാണിക്കേണ്ടത്. അതങ്ങ് ആണുങ്ങളോട് മതി. കുട്ടാ, ഇപ്പൊ ഒത്തിന്റെ ചെവിയിലേ കിന്നരം വായിച്ചിട്ട് കാര്യമില്ല. നല്ല ചുട്ടടിയാൻ കൊടുക്കണം. നിന്നോട് കൂടി പറയാം, നിങ്ങളുടെ പോക്കത്ര ശരിയല്ല. ഇനി വീണ്ടും തുടങ്ങിയ പണി തരേണ്ടി വരും. 8ന്റെ പണിയല്ല, 16ന്റെ പണി. പോവാം. പ്രശ്നചാർത്ത് പ്രകാരം നിങ്ങള് പരസ്പര സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണ്. എന്നാൽ സന്മനസ് ഒട്ടും തന്നെ ഇല്ല. ചുരുക്കി പറഞ്ഞ മുറിഞ്ഞിടത്ത് ഉപ്പ് തയ്ക്കില്ല. അതുകൊണ്ട് കാലം നൽകിയ പാപദോഷമാണ് ഒരേ ഒരു മകളുടെ വിവാഹദോഷം. പരിഹാരം ഞങ്ങളുടെ മോടെ വിവാഹം നടക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം.
മോൾക്ക് നല്ലൊരാലോചന വരും. അതിന് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ചെയ്തിട്ടുണ്ട്. പാറപ്പള്ളിക്ക് പൊടിക്കുരിശ്, ഈ ഇടവകയിലെ ചാപ്പൽ, കൊടിമരം, റെമിത്തേരിയിലെ കർത്താവിന്റെ രൂപം, അൽത്താര, ഇതൊക്കെ ഞാൻ ചെയ്തതാ. പാവങ്ങൾക്ക് വല്ലതും. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പൊന്നിൻ കുരിശ് കൊടുക്കലല്ല, ജീവജാലങ്ങളോട് കരുണ കാണിക്കണം, പ്രത്യേകിച്ച് സാധുജനങ്ങളോട്. ഇതെല്ലാമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വെച്ചോളൂ വെച്ചോളൂ, ഇപ്പൊ ഒന്നും വേണ്ട. വെച്ചോളൂ വെച്ചോളൂ. എങ്ങനെയുണ്ട് പണിക്കര? എന്താ പറയണേ? ആള് കേമന, അറിവാളി. പണിക്കര് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാ. പരിഹാരം വല്ലതും? ശരിക്കുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാത്തതിന്റെ പാപകാരണങ്ങളാണെന്ന് പറഞ്ഞു. ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് വരാനും പറഞ്ഞു. പണിക്കര് പറഞ്ഞ അച്ചിട്ട പോലെ ആശാൻ പറയണ പോലെ അങ്ങോട്ട് ചെയ്ത പല ഉറപ്പാട്ടാ. പണമെല്ലാം ചാവുമ്പോ കൊണ്ടുപോകാൻ പറ്റൂ. കടവിൽ ആളായിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ. ശരി ശരി. ഹായ്. ഞങ്ങളെ കുളിക്കുന്നിടത്തെ മീനൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ കണ്ടാലേ മീനല പമ്പ കിടക്കും. ഞങ്ങളെന്താ ചെകുത്താന്റെ കുഞ്ഞുങ്ങളാണോ? അല്ലേ അല്ല, നിങ്ങളെല്ലാരും സുന്ദരി കുട്ടികളും സുന്ദര കുട്ടന്മാരാണല്ലോ. അങ്ങനെ വഴിക്ക് വാ. കുറച്ചുകൂടി പോയാലേ നീന്തി കളിക്കണ മുണ്ടത്തിയോളെ കാണാം. ഓ ഉവ്വേ ഉവ്വേ, ശരി ശരി. ഇല്ല ചേച്ചി. ബാലേട്ടനെ കണ്ടപ്പോ ചേച്ചിയുടെ ഒരു നാണം കണ്ടില്ലേ? മീനൊന്നും കിട്ടിയില്ലെങ്കിലേ ഇവിടെ ഒരു നെയ്മീനുണ്ട്, വല വീശി പിടിച്ചോടാ. പോ ചേച്ചി. ബാല, നീ ഇവിടെ കെട്ടോടാ. ആ സമയമാകുമ്പോ ആ മീനിനെ വലയിലാക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. വരട്ടെ ചേച്ചി. മോളെ, അവന് ആണത്തുള്ളവനാ. വാ പോകാം. വാടി നമുക്ക് പോവാം. പ്രണയം ദൈവീകമാണ്.